ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റും. ഇതിന് പ്രത്യേക കറിയൊന്നും ആവശ്യമില്ല. നമുക്കിത് ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് കുറച്ച് ക്യാരറ്റ് ആവശ്യമുണ്ട്, കുറച്ച് ബീൻസ്, അതുപോലെ തന്നെ ഒരു കിഴങ്ങ്, അതുപോലെ കുറച്ച് കോണ് ആവശ്യമുണ്ട്, ഒരു ചെറിയ തക്കാളിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ കുറച്ച് മുളക് പൊടി, ഒരു ചെറിയ സവോള, കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ഗ്രാമ്പു. നമുക്ക് റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. നമ്മളൊരു കുക്കർ എടുത്തു. ആ കുക്കറിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി ആ സവോള നമ്മൾ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുത്തു. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. സവോളയുടെ പച്ചപ്പ് മാറി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വാടി വരുമ്പോൾ ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നു. എല്ലാം ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാവും. ഇനി അടുത്തത് നമ്മൾക്ക് കിഴങ്ങും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒന്ന് പച്ചപ്പൊക്കെ ഒന്ന് മാറി വരണം. ഒരുപാട് നേരം ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. അത് കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ച തക്കാളിക്ക കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുന്നു. നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്താണ് ഇളക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കോൺ ചേർത്ത് കൊടുക്കാം. കോൺ എപ്പോഴും വളരെ നല്ല ഹെൽത്തിയാണ്. കോൺ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല കളർഫുള്ളാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന റൈസിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ബേ ലീഫാണ്, നമ്മുടെ ബിരിയാണി ഇല, അത് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ചേർത്തിരിക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഒരുപാട് എരിവ് ആവശ്യമില്ല. കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോൾ ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല. നല്ലതുപോലെ ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന അരി 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 2ാമത്തെ കപ്പ് ഒഴിച്ചു കൊടുത്തു. 3ാമത്തെ കപ്പ് ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു പച്ചമുളകും കൂടെ നമ്മൾ ഈ സമയം ചേർത്ത് കൊടുത്തു. നമ്മൾ അരി ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച അരിയാണിത്. നമ്മുടെ പൊന്നി അരിയാണ്, അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏത് അരി വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് അരി ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊന്ന് അടപ്പൊന്ന് അടച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 വിസിൽ കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ 3 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അരി നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടി. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് തവി കൊണ്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഇതൊരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ഇതുവരെ കണ്ടുകൊണ്ടുവന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി.